ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ബയോളജി എക്സാമിൻ്റെ ഒരു റിവ്യൂ ആണ് ചെയ്യുന്നത്. സോ ഗൈസ്, എക്സാം നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യുക. എനിക്ക് വാസ് റിയലി ടഫ്. ഓക്കെ, സോ നമുക്ക് ഡീറ്റെയിൽസിലേക്ക് കടക്കാം. ഇന്ന് കുറച്ച് ലോങ് ആയിരിക്കും വീഡിയോ. ഐ ഗെസ് എൻ്റെ ഫോണിൽ സ്പേസ് ഉണ്ടെങ്കിൽ ലെങ്ത് ഉണ്ടാവും, അല്ലെങ്കിൽ ഷോർട്ട് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വന്നിട്ട് എനിക്ക് വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു കമ്പാരിറ്റീവ്ലി. പക്ഷെ ആ ഫോർത്ത് ക്വസ്റ്റ്യൻ ഒന്നും എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലായിട്ടില്ല. എന്താണ് എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ, നമ്മൾ അത്യാവശ്യം ചാപ്റ്റേഴ്സ് നല്ല രീതിക്ക് അറിയുന്ന ഒരാൾക്കാണെങ്കിൽ ഈ എക്സാം നല്ല വൃത്തിക്ക് എഴുതാം. അല്ലാതെ പ്രീവിയസ് ഇയർ മാത്രം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് പോയ ആൾക്ക് ഇത് എഴുതാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഓക്കെ, നെക്സ്റ്റ് വലിയ കുഴപ്പമൊന്നും ഇല്ല. പിന്നെ എനിക്ക് വന്നിട്ടുണ്ടായിരുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ക്വസ്റ്റ്യൻ ആണ്, 9th ക്വസ്റ്റ്യൻ. അത് ടെക്സ്റ്റ് വായിച്ചവർക്ക് മാത്രമേ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അത് മിസ് ക്ലാസ്സിൽ പറഞ്ഞൊരു ഓർമ്മ വെച്ചിട്ടും ഞാൻ പിന്നെ സൈലന്റ് ക്ലാസ് കണ്ടതും വെച്ചിട്ടും, ഐ മീൻ ആപ്പിൽ ലൈവ് ക്ലാസ് എടുക്കുമ്പോൾ കണ്ടതും കേട്ടതും വെച്ചിട്ട് ഞാൻ തട്ടിമുട്ടി എഴുതി ഉണ്ടാക്കിയിട്ടുണ്ട്. നോട്ട് ഷുവർ. പിന്നെ വന്നിട്ട് ബാക്കിയുള്ളത് 14th ക്വസ്റ്റ്യൻ. ഞാൻ ചാപ്റ്റർ പഠിക്കാത്തതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, എനിക്ക് അത് രണ്ടും അറിയില്ല, അതുകൊണ്ട് ഞാൻ എഴുതിയിട്ടില്ല. സോ ബാക്കിയുള്ളതൊന്നും വലിയ കുഴപ്പമില്ലായിരുന്നു. ഓക്കെ ആയിട്ട് എഴുതാൻ പറ്റി. പക്ഷെ നമ്മൾ കേൾക്കാത്ത ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് അധികം ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടായിരിക്കും എല്ലാവർക്കും ടഫ് ആവാൻ റീസൺ ആയിട്ട് എനിക്ക് തോന്നുന്നത്. ഈവൻ തോ ഞാൻ എഴുതിയിട്ടുണ്ടെങ്കിലും ഞാൻ എഴുതിയൊക്കെ തെറ്റാന്ന് എനിക്കറിയാം. ഓക്കെ, അടുത്തത് സുവോളജി ആണ്. സുവോളജി വന്നിട്ട് വലിയ കുഴപ്പമില്ല. 1 മാർക്ക് ക്വസ്റ്റ്യൻ ഒന്നും വലിയ കുഴപ്പമില്ല. ലൈക്ക് ആ തേർഡ് ക്വസ്റ്റ്യൻ എന്താണെന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പൊ ഞാൻ എഴുതിയിട്ടൊന്നുമില്ല. അടുത്തത് വന്നിട്ട് ബാക്കിയുള്ളതൊന്നും വലിയ കുഴപ്പമില്ല. പിന്നെ 9th ക്വസ്റ്റ്യൻ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഒരു പേടിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ചെക്കർ ബോർഡ് എന്ന് അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാനത് ശ്രദ്ധിച്ചിട്ടൊന്നുമില്ല. ഞാൻ ബ്ലഡ് ഗ്രൂപ്പ് കണ്ടതോ ഞാൻ എഴുതും ഉറപ്പാണ് പറയുന്നത്. അച്ഛൻ്റെ അമ്മേന്റെ ബ്ലഡ് ഗ്രൂപ്പ് നോക്കി ബാക്കി ഞാൻ അങ്ങോട്ട് ചെയ്തു. എക്സാം ഒക്കെ കഴിഞ്ഞാൽ ഞാൻ ഒന്നുകൂടി ചെക്ക് ചെയ്യും ക്വസ്റ്റ്യൻസ് ഒപ്പം ആൻസർ ഒക്കെ. അങ്ങനെ ഞാൻ ചെക്ക് ചെയ്തപ്പോഴാണ് മനസ്സിലായത് ചെക്കർ ബോർഡ് എന്ന് അവർ പറഞ്ഞത്. അപ്പൊ ഞാൻ എന്ത് ചോദിച്ചു, പുന്നറ്റ് സ്ക്വയർ ഞാൻ വരച്ചു. ഞാൻ ജെമിനൈനോട് ചോദിച്ചപ്പോൾ ജെമിനൈ പറഞ്ഞത് ഈ ക്വസ്റ്റ്യൻ ഞാൻ ഫോട്ടോ വെച്ചു കൊടുത്തപ്പോൾ എനിക്ക് ഈ ഒരു ആൻസർ ആണ് തന്നിട്ടുണ്ടായിരുന്നത്. അതായത് പുന്നറ്റ് സ്ക്വയർ വരച്ചിട്ടാണ് തന്നത്. അപ്പൊ എനിക്കറിയില്ല, മേ ബി പുന്നറ്റ് സ്ക്വയർ ആയിരിക്കും അവർ ഉദ്ദേശിച്ചത്. അപ്പൊ ഞാൻ പുന്നറ്റ് സ്ക്വയറും വരച്ചത് എല്ലാവരും വരച്ചിട്ടുണ്ട്. വെറുതെ കൺഫ്യൂഷൻ ആവണ്ടല്ലോ, പിന്നെ ഇനിയിപ്പോ അതിന് മിസ് മാർക്ക് കുറയ്ക്കണ്ടല്ലോ വിചാരിച്ച് രണ്ടും എഴുതിയിട്ടുണ്ട്. അടുത്തത് വന്നിട്ട് വലിയ കുഴപ്പമൊന്നും ഇല്ല, അതങ്ങനെ പോകുന്നുണ്ട്. പിന്നെ പറഞ്ഞാല് ഈ 11ാമത്തെ ക്വസ്റ്റ്യൻ ഒന്നും ഞാൻ നോക്കിയിട്ട് പോലും ഇല്ല. ലൈക്ക് റിവിഷൻ ചെയ്തപ്പോൾ ഉള്ളൊരു ഓർമ്മയിൽ വെച്ചിട്ടാണ് ഞാൻ എക്സാം എഴുതിയിട്ടുണ്ടായിരുന്ന ആൻസേഴ്സ്. പിന്നെ 12th ക്വസ്റ്റ്യൻ, ഗീവ് വൺ എക്സാമ്പിൾ ഫോർ എ വാക്സിൻ പ്രൊഡ്യൂസ് യൂസിങ് RNA ടെക്നോളജി. അത് തള്ളി മറിച്ച് എഴുതിയിട്ടുള്ളതാണ്. കാരണം എന്താ വെച്ചാൽ എനിക്ക് ഓർമ്മയില്ല, അപ്പൊ ഞാൻ ഉണ്ടാക്കി എന്തൊക്കെയൊക്കെ എഴുതിയിട്ടുള്ളതാണ്. പിന്നെ പ്രിൻസിപ്പിൾ ഓഫ് വാക്സിൻ അതൊക്കെ നമുക്കറിയാം, സിമ്പിൾ ആയിരുന്നു. ബാക്കി പിന്നെ 13th ക്വസ്റ്റ്യൻ ഓൾസോ സിമ്പിൾ ആണ്, അത് പഠിച്ചവർക്ക് സിമ്പിൾ ആണല്ലോ. പിന്നെ അടുത്തതാണ് ചെറിയൊരു ഡൗട്ട് ഉണ്ടാക്കാൻ ചാൻസ് ഉള്ള ഒന്ന് പറഞ്ഞാൽ STIs ആണ്. നമ്മൾ STDs ആണ് പഠിച്ചിട്ടുള്ളത്, അതായത് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ്. ഇത് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ് ആണ്. അപ്പൊ അതെനിക്ക് ചെറുതായിട്ട് ഒരു പന്തികേട് പോലെ തോന്നി, പക്ഷെ ഞാൻ എഴുതി. പിന്നെ പറഞ്ഞാല് ക്യാൻ യു പ്രിവെന്റ് ആ ഒരു ബി ക്വസ്റ്റ്യൻ സത്യം പറഞ്ഞാൽ ഞാൻ ഡൗട്ട് അടിച്ചു പോയി. അതായത് കോൺട്രാസെപ്റ്റീവ് പിൽസിന്റെ കുറച്ച് യൂസസ് പോലെ കുറച്ച് പഠിച്ചതിന് പോയിന്റ്സ്. അപ്പൊ ഞാൻ അത് എഴുതി കൊടുത്തു. പിന്നെയും ക്വസ്റ്റ്യൻ വായിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതല്ല അവർ ഉദ്ദേശിച്ചത് എന്ന്. എന്നിട്ട് ഞാൻ മാറ്റി റെഡിയായി കൊടുത്തു. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ അതുവരെയായിട്ടും കണ്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അത് പെട്ടെന്ന് ഒരു ഡൗട്ട് പോലെ വന്നു എനിക്ക്. പിന്നെ വന്നിട്ട് 16th ക്വസ്റ്റ്യൻ. ലിറ്ററലി ആ എന്ത് ക്വസ്റ്റ്യൻ ആണെന്ന് എനിക്ക് ഇതുവരെയായിട്ട് മനസ്സിലായിട്ടില്ല. സോറി, അതെ, മനസ്സിലായിട്ടില്ല. ആൻഡ് എനിക്കത് കുറച്ച് ടഫായി തോന്നി. മേ ബി ആ ചാപ്റ്റർ നല്ലോണം അറിയുന്നവർക്ക്, ഞാൻ സത്യം പറയാനുള്ള നോട്ട് ഇങ്ങനെ വേഗം വായിച്ചു പോയതാ, മനസ്സിരുത്തി നല്ല മനസ്സിലാക്കി അല്ല വായിച്ചത്. അപ്പൊ അതിന്റെ പ്രശ്നങ്ങൾ ഞാൻ കാണുന്നുണ്ട്. പിന്നെ പറഞ്ഞാല് ഈ ഒരു 17th ക്വസ്റ്റ്യൻ ഞാൻ ഒട്ടും വിചാരിച്ചില്ല ഇത് വരുമെന്ന്. കാരണം ഞാൻ അത്ര ഇതൊന്നും കൊടുത്തില്ല ഇതിന്. അപ്പോ ഞാൻ ആ ക്വസ്റ്റ്യൻ എഴുതിയിട്ടില്ല. പേഴ്സണലി ഞാൻ ആ ചാപ്റ്റർ ഇന്നലെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്, ഐ മീൻ എക്സാമിന്റെ തലേ ദിവസം. അപ്പൊ അത്രയ്ക്ക് എന്നെ കൊണ്ട് പറ്റുമെന്ന് എനിക്കറിയാം. അടുത്തത് വന്നിട്ട് 18th ക്വസ്റ്റ്യൻ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ വാട്ട് ഇസ് അലർജി ചോദിച്ചു. ഞാൻ പഠിച്ചതായിരുന്നു അലർജി കോസ് ചെയ്യുന്ന 2 ആൾക്കാര്. അവര് വരുമ്പോ അങ്ങനെ എന്തോ ആയിരുന്നു അതിന്റെ ഒരു ഇത്. പക്ഷെ എനിക്ക് രണ്ടും ഓർമ്മയില്ലാത്തതുകൊണ്ട് ഞാൻ രണ്ടും എഴുതിയിട്ടില്ല. ഓക്കെ, അടുത്തത് വന്നിട്ട് ബാക്കിയുള്ളതൊന്നും കുഴപ്പമില്ലായിരുന്നു. പിന്നെ 20th ക്വസ്റ്റ്യൻ ഞാൻ വിചാരിച്ച പോലെ അല്ല വന്നത്. ഞാൻ വിചാരിച്ച രീതി വേറെയാണ്, ക്വസ്റ്റ്യൻ ചോദിച്ച രീതി വേറെയാണ്. അപ്പോ പിന്നെ ഗിവ് 2 അതർ എക്സാമ്പിൾ ഫോർ ദിസ് എവല്യൂഷൻ ചോദിച്ചു. അത് ഹോമോലോഗസ് എവല്യൂഷന്റെ 2 എക്സാമ്പിൾ. ഞാൻ ആപ്പാലെ പഠിച്ച എക്സാമ്പിൾ പറഞ്ഞാൽ മാൻ, ചീറ്റ, വെയിൽ, ബാറ്റ്, പിന്നെ ബോഗൻവില്ലി ഉണ്ട് പ്ലാന്റിന്റെ. ബാക്കി എനിക്ക് ഓർമ്മ വരുന്നില്ല, അപ്പൊ എനിക്ക് എഴുതാൻ പറ്റിയിട്ടില്ല. അപ്പൊ അതെനിക്ക് ഭയങ്കര സങ്കടമായി പോയിട്ടുണ്ട്. ബോട്ടണിയാണ്
ടഫ്, ചിലവർക്ക് സുവോളജിയാണ് ടഫ്. എനിക്ക് രണ്ടും ടഫാണ്. അപ്പൊ മാർക്ക് കിട്ടുമ്പോൾ നോക്കാം എന്താ അവസ്ഥ എന്ന്. എനിക്ക് ചിലവർക്ക് കുറെ പേപ്പറിൽ ഇത് എനിക്ക് കൊതിയാവുന്നുണ്ടായിരുന്നു എഴുതാൻ പറ്റായിട്ട്. ഞാൻ 2 പേപ്പറൊക്കെ എടുത്തു, 2 പേപ്പർ ഫുൾ ആയിട്ട് എടുത്തിട്ടില്ല, അതാണ് കോമഡി. ഫസ്റ്റ് ഒരു പേപ്പർ എടുത്തു 2 ഭാഗം, അടുത്ത പേപ്പറിന്റെ ഒരു ഭാഗം പോലും മര്യാദയ്ക്ക് കൊള്ളിക്കാൻ എനിക്ക് എക്സാം. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് കമന്റ് ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സീ യു സൂൺ ഇൻ ദ വീഡിയോ. ടിൽ ദെൻ ബൈ.